എല്ലാവർക്കും നമസ്കാരം. ഇതുവരെയുള്ള ഓണം കുക്കിംഗ് സീരീസിലെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു ഇവൻ്റ് ആണെങ്കിലും നമ്മൾക്ക് ഒരു സ്പോൺസർ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഈ നമ്മളുടെ കുക്കിംഗ് സീരീസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അവർ ഹാമിൽട്ടണിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരുടെയും ഓക്ലൻഡിലെ അഭ്യർത്ഥന മാനിച്ച് അവർ ഓക്ലൻഡിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. നാടൻ വിഭവങ്ങൾ, കേരള വിഭവങ്ങൾ, ഇപ്പം ഓണത്തിന് സദ്യ വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അവരുടെ സദ്യ ട്രൈ ചെയ്യേണ്ടതാണ്. വളരെ നല്ല ഫുഡാണ്. ഇന്ന് നമുക്ക് ഏത് വിഭവമാണ് ചെയ്യാൻ പോകുന്നതെന്നും ആരാണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നതെന്നും കാണാം. നമുക്ക് അതിഥിയെ പരിചയപ്പെടാം. ഞാൻ ഇന്നുള്ളത് ഓക്ലൻഡിലെ നോർത്ത് ഷോർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് നമ്മുടെ അതിഥിയെ പരിചയപ്പെടാം. പോയാലോ? നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ബിന്ദു ചേച്ചിയാണ്. നമുക്ക് ബിന്ദു ചേച്ചിയുടെ വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം ചേച്ചി. നമസ്കാരം. ചേച്ചി നാട്ടില് ഹരിപ്പാടെന്നാണെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ കുറെ നാളായിട്ട് അറിയാവുന്ന ആൾക്കാരല്ലേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചേച്ചി നാട്ടിൽ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ എന്നും ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ആ ഒരു ജേർണി ടു ന്യൂസിലൻഡ്? നാട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ബോംബെയിലായിരുന്നു ഒരു 20 years. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഓൺ ദ ജോബ് ചേട്ടൻ്റെ ഇതിൽ ഞങ്ങൾ ഇങ്ങോട്ട് ന്യൂസിലൻഡ് 2020 വന്നത്. 5 years. ആ കോവിഡിന്റെ തൊട്ട് മുമ്പ് അല്ലേ? തൊട്ട് മുമ്പ് അങ്ങനെയാ വന്ന സമയത്ത് എനിക്ക് ആക്ച്വലി എനിക്കൊരു എപ്പോഴും ആരെങ്കിലും ഒക്കെ കൂടെ വേണം, അങ്ങനത്തെ ഒരു സമയം. അങ്ങനെയാണ് ഞാൻ ആദ്യം അന്വേഷിച്ചത് ഏതെങ്കിലും സമാജം ഉണ്ടോ. അങ്ങനെയാ അന്ന് AHMS ആയിരുന്നു. ഓക്കെ. ഓക്ലൻഡ് AMHS അല്ലേ? അല്ല, AHMS ഓക്ലൻഡ് ഹിന്ദു മലയാളി സമാജം. അതെ അതെ. അങ്ങനെ അതില് ജോയിൻ ആയി. അങ്ങനെ ഒരുപാട് നല്ല ആൾക്കാരുടെ കൂടെ നമ്മുടെ എല്ലാ ഹിന്ദു ഫെസ്റ്റിവൽസും സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു അത് ഞാൻ ആലോചിച്ചുകൊണ്ട് വന്നത്, അത് മിസ്സാവോ? ഒന്നും മിസ്സായിട്ടില്ല. സത്യം. അതൊരു അതിനോട് അറ്റാച്ച്മെന്റ് ഉള്ളവർക്ക് അതൊരു ഭയങ്കര കൺസേൺ ആണ് അല്ലേ, നമ്മൾ നാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും. അതെ. അപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞു, ചേച്ചി നാട്ടിലുണ്ടായിരുന്നു, ബോംബെയിലുണ്ടായിരുന്നു, ന്യൂസിലൻഡിൽ ഇപ്പൊ എത്തി. ഓണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ 3 സ്ഥലത്തുള്ള ഓണം ചേച്ചി എന്തെങ്കിലും നാട്ടിലെ ഓണത്തിൽ നിന്ന് മിസ് ചെയ്തിട്ടുണ്ടോ? അതെയോ കൂടുതലായിട്ട് എന്തെങ്കിലും ചേച്ചിക്ക് ഓണത്തിന് പുതുമകൾ തോന്നിയിട്ടുണ്ടോ പുറത്തേക്ക് വരുന്ന സമയത്ത്? മിസ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം നാട്ടില് കൂടുതൽ നമ്മൾ ഫാമിലി ആയിട്ടുള്ള ഒരു ഓണമായിരുന്നു, അത്രേ ഉള്ളൂ. അതെ. ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, അതില് ഉണ്ട്. അല്ലാതെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഇതിലായിരുന്നു. ബോംബെയിലോട്ട് വന്നപ്പോ അത് സമാജത്തിലോട്ടായി കൂടുതലും. ഇങ്ങനെ കലാപരിപാടികളും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ബോംബെയിലൊക്കെ ഒരുപാട് മലയാളി സമാജമൊക്കെ ഭയങ്കര ആക്റ്റീവ്. എല്ലായിടത്തും ഒരു സമാജമുണ്ട്. ഇവിടെ വന്നപ്പം അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫീലാണ്. കൂടുതലൊരു ഫാമിലിയുടെ കൂടെ എന്നാ ഒരു വലിയ സ്കെയിലില് ഓണം ആഘോഷിക്കുന്ന പോലെ. അതെ. ഓക്കെ. ചേച്ചി ഓണത്തിനൊപ്പം എല്ലാ സാധനങ്ങളും വീട്ടിൽ ഉണ്ടാക്കുവാണോ ചെയ്യണത്? എല്ലാം ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കുകയാണ് ചെയ്യണത്. ഓക്കെ. ഈ ഓണത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ വർഷത്തെ ഓണത്തിൽ ചേച്ചി എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഈ വർഷത്തെ ഓണം ആക്ച്വലി ഞാൻ നാട്ടില. ഓക്കെ. നാട്ടിൽ പോവാണ്. അപ്പൊ എല്ലാരും കൂടി ഫാമിലി ട്രിപ്പ് ആണ്? കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് ഞാൻ ആക്ച്വലി സോൾട്ട് മാംഗോ ട്രീന്ന് സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം നമുക്ക് സമാജത്തിലായിരുന്നു. അതെ. അപ്പൊ അത് നമുക്ക് നന്നായിട്ട് തോന്നി. അപ്പൊ കുട്ടികൾക്ക് അത് മിസ്സാവത്തില്ല. അവരവിടെ ഓർഡർ ചെയ്യാനുള്ള പരിപാടി. ഞാനും അതിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് മടിയാണ് ഇപ്പൊ കുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇന്നത്തെ ചേച്ചിയുടെ വിഭവം എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്? ഇന്ന് എന്റെ വീട്ടില് ചേട്ടന് കൂടുതൽ ഇഷ്ടം ഈ പ്രഥമനാണ്. ശർക്കര. എന്നുവെച്ചാ മറ്റേ പാൽപായസം അല്ല, ശർക്കര. അപ്പൊ അതില് ഏറ്റവും ഇഷ്ടം കടല പ്രഥമനാണ്. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. എന്നാ പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ? ശരി. ഓക്കെ. ചേച്ചി, അപ്പം ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, ഒന്ന് പരിചയപ്പെടുത്തിയാലോ എല്ലാവർക്കും? ശരി. ഇത് കടലപ്പരിപ്പ്. ഇത് 1 കപ്പ് കടലപ്പരിപ്പ് എടുത്ത്. ഇത് മറ്റേ സാമ്പാറിന്റെ പരിപ്പ് അല്ല, കടല ചനാദാൽ എന്ന് പറയും, അതാണ്. പിന്നെ 1 കപ്പ് കടലപ്പരിപ്പിന് നമ്മള് 400 ഗ്രാം ശർക്കര. അത് മറയൂർ ശർക്കര. അതെ, മറയൂർ ശർക്കര. അപ്പോഴേ കളർ കിട്ടത്തുള്ളൂ പായസത്തിന്. ഈ 400 ഗ്രാം എന്ന് പറയുമ്പോ ഇനിയിപ്പോ ഗ്രാം നോക്കാൻ പറ്റാത്തവർക്ക് 1.25 കപ്പ്. 1.25 കപ്പ് നമ്മുടെ മെഷറിംഗ് കപ്പ്. സെയിം ഈ 1 കപ്പിന്റെ അത് സെയിം 1.25 കപ്പ്. സെയിം 1/4 കപ്പ് ചവ്വരി. അത് ആക്ച്വലി കുതിർത്ത് വെക്കണം, അല്ലെങ്കിൽ അത് വേവത്തില്ല. ചവ്വരി കുതിർത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ തേങ്ങാപ്പാലുണ്ട്. അതിൽ ഇത്
ഒന്നാം പാല് എന്ന് വെച്ചാൽ തനിപ്പാലെന്ന് പറയും. ആദ്യം എടുക്കുന്നേ അത് നല്ല കട്ടിയുള്ളതാണ്. അതെ. പിന്നെ രണ്ടാമത്തെ പാല്, പിന്നെ ഞാൻ കുറച്ച് മൂന്നാമത്തെ പാലൂടെ എടുത്തു. ചേച്ചി ഇത് ഒറിജിനൽ ഫ്രഷ് തേങ്ങയുടെ പാല് അല്ലെങ്കിൽ പായസം എനിക്കിഷ്ടമല്ല. ശരിയാണ്, എനിക്കിഷ്ടമല്ല. അല്ലാതെ ഈ ടിന്നിൽ കിട്ടുന്ന പാലില് ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഇത് തേങ്ങാ കൊത്തുണ്ട്, പിന്നെ കശുവണ്ടി പരിപ്പുണ്ട്, പിന്നെ മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ എടുത്തിരിക്കുന്നത് ഞാന്. കറുപ്പിട്ടാലും ഒരു ടേസ്റ്റ് വരുന്നത്. കുപ്പിയിലിരിക്കുന്നത് പിന്നെ ഇത് ഏലക്ക പൊടിച്ചത്, ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത്, പിന്നെ ചുക്കുപൊടി. ആ ചുക്കുപൊടി എന്താന്ന് വെച്ചാൽ ഇത് പരിപ്പല്ലേ, അപ്പൊ കുറച്ച് വയറിനൊന്നും കുഴപ്പമില്ലായിരിക്കും. ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിക്കുന്നത്. നമ്മൾ എന്ത് ശർക്കര കൊണ്ട് ഉണ്ടാക്കിയാലും അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇടുവാണെങ്കിൽ ബാലൻസ്ഡ് ആവും. ആണല്ലേ? അങ്ങനെയാ ചെയ്യുന്നത്. നമ്മള് ഒരു സാധനം മിസ്സിംഗ് ആണെന്ന് തോന്നുന്നു. ഇത് വറക്കാനുള്ള നെയ്യ് എടുത്തിട്ടില്ല. നെയ്യുണ്ട്, നെയ്യ് ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ എടുത്തു വെക്കാൻ മറന്നുപോയല്ലേ? നല്ല പശുവിന്റെ നെയ്യാണ്. പിന്നെ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അതിൽ ഒരു വേണമെങ്കിൽ കുതിർക്കണമെന്നൊന്നുമില്ല. ഇതൊന്ന് വറുത്തിട്ട് വേണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു പച്ച ചൊവ്വ വരും. ആദ്യം നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കും. ഒരു സ്പൂൺ നെയ്യില് ഒന്ന് വറുത്തെടുക്കണം. കഴുകിയിട്ട് ഒന്ന് വറുത്ത് അതിലോട്ട് വേവിക്കുന്നത് കുക്കറില് 3 വിസിൽ കൊടുക്കണം. വെള്ളം എത്ര വേണം? 3 കപ്പ് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചാലും നന്നായിരിക്കും. അപ്പൊ എന്നാ നമുക്ക് ഇനി അത് വേവിച്ചെടുത്തിട്ട് വന്നാലോ? അത് നേരത്തിന് നമുക്ക് ശർക്കരയും കൂടി ഉരുക്കേണ്ടി വരും. അപ്പൊ എന്നാ നമുക്ക് ഇത് വേവിച്ച് ശർക്കര ഉരുക്കി എടുത്തിട്ട് വരാം അല്ലേ? ശരി. അപ്പൊ നമുക്ക് ശർക്കര ഉരുക്കി എടുക്കാം അല്ലേ? ചേച്ചി വെള്ളം ചേർത്തിട്ടാണോ ഉരുക്കണത്? അതെ, കുറച്ച്, ഒത്തിരി ഇല്ല. കാരണം അല്ലെങ്കിൽ പായസം ഒരുപാട് സമയം എടുക്കും അല്ലേ? നമുക്ക് സമയം എടുക്കും, ലൂസായി പോകും. അതൊന്ന് കുറുകില്ല. ഞാനൊരു 1/4 കപ്പ് വെള്ളം. ഇത് മറ്റേ ഒരു നൂൽ പരുവം അങ്ങനൊന്നും ആവണ്ടല്ലോ, ജസ്റ്റ് ഉരുക്കി എടുത്താൽ പോലെ. ജസ്റ്റ് ഒന്ന് ഒരു ലിക്വിഡ് ആ ഒരു ഇതാവണം. എന്നിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഈ ശർക്കരയിൽ അങ്ങനെ അഴുക്കൊന്നും കാണാറില്ല. നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അഴുക്കുണ്ടെങ്കിൽ ഈ പത വരും, മേളില് പത വരും. അതാ എന്നാ ഇത് നമുക്ക് ഉരുക്കി അരിച്ചെടുക്കാം അല്ലേ? ഉരുക്കിയിട്ട് നമ്മൾ അരിച്ചെടുക്കണം. ഇത് കണ്ടോ, ഈ പത വരുമ്പോ അവര് പറയുന്ന അത് അഴുക്കാണെന്നല്ലേ? ഇത് മറ്റേ കരിമ്പിന്റെ ഒരു അഴുക്കല്ലേ വരണ കൂടുതൽ അതിനകത്ത്, അല്ലാണ്ട് വേറെ ആക്ച്വലി കുറവാണ്. ഉപ്പില്ലാത്ത ശർക്കരയല്ലേ മറയൂര് ശർക്കര എന്ന് പറയുന്നത്? പായസത്തിന്, ഉണ്ണിയപ്പത്തിന് എല്ലാം ഇത് തന്നെ. മറ്റേ നമ്മള് നോർമലി ഇപ്പൊ ഇവിടെ ഏതെങ്കിലും ഇന്ത്യൻ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ശർക്കരയ്ക്ക് ചെറിയ ഉപ്പിന്റെ ടേസ്റ്റ് വരാറുണ്ട്. അതുകൊണ്ട് അതൊരു ചുമന്ന കളർ, അത് പഞ്ചാബ് ഗുഡ് എന്നൊക്കെ പറയുന്നത്. അതല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ശർക്കര യൂസ് ചെയ്യണല്ലേ? നമുക്ക് അരിച്ചെടുക്കാം. ഈ മേളത്തെ പത ഒന്ന് എടുത്ത് കളഞ്ഞാല് കുറച്ചും കൂടി വൃത്തിയാവും. എന്നിട്ട് ഒന്ന് അരിച്ചുകൊണ്ട് വരാം. ഓക്കെ ചേച്ചി, അപ്പൊ നമ്മള് കടല വേവിച്ചു. അതിന്റെ ഒരു പാകവും കൺസിസ്റ്റൻസി ഒന്ന് പറയോ? അത് ആക്ച്വലി ചിലവർക്ക് ഇങ്ങനെയാ ഇഷ്ടം, ഈ ഒന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ. ഉടഞ്ഞു പോകരുതല്ലേ മൊത്തത്തില്? ഉടഞ്ഞു, പക്ഷെ എന്നാ നല്ലോണം വേവ്. അപ്പൊ നമുക്ക് കുറച്ചൊന്ന് ഉടയ്ക്കണം, കുറച്ച് കടിക്കാൻ കിട്ടുന്ന പോലെ കിടക്കണം. ഇതാണോ നമ്മൾ ആദ്യം ഇടണേ? അതെയോ? അല്ല, ആദ്യം നമുക്ക് ഈ കശുവണ്ടി, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത് ഒക്കെ നെയ്ക്കകത്ത് വറുത്തെടുക്കണം. നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഒഴിക്കട്ടെ? നെയ്യ് ഒഴിച്ചു. എത്ര വേണം ചേച്ചി? ഒരു 2 ടേബിൾ സ്പൂൺ. ഓക്കെ. ആദ്യം തേങ്ങയാണോ? തേങ്ങ ഇട്ടു. ഒരുപാട് എടുത്തിട്ടില്ലേ? പായസം കുറച്ചല്ലേ ഉള്ളൂ. അതെ, പായസം കുടിക്കാൻ ടേസ്റ്റ് ആണ്, പക്ഷെ മധുരം പിന്നെ കടലയല്ലേ? അതെ, നല്ല ഗോൾഡൻ. തീ കുറച്ച് കുറയ്ക്കല്ലേ? പൊട്ടുന്നല്ലോ. ഓൾമോസ്റ്റ് ആയി. ഒന്നും കൂടെ ഒന്ന് ഒരു ബ്രൗൺ ആവുമ്പോ എന്നാ കരിയാനും പാടില്ല. കറക്റ്റ്. കൊരാറായില്ലേ?
ഈ ഉരുളി ഓടിന്റെ ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവാൻ താമസം എടുക്കും. പക്ഷെ ചൂടായാല് പിന്നെ ഒരു ഭയങ്കര പാടാണല്ലേ അത് തണുക്കാൻ. അതാ. ഇനി കാഷ്യൂസ് ഇടുക. ഓക്കെ, അതും ആ ഒരു സെയിം കാഷ്യൂ ഇട്ടു. അത് കഴിഞ്ഞിട്ട് മുന്തിരിങ്ങ വേണമെങ്കിൽ നമുക്ക് ചുമന്നതോ ഇഷ്ടമുള്ള കൈ കിട്ടുന്ന ഏതാന്ന് വെച്ചാൽ അതിടാം. പക്ഷെ നമ്മൾ കറുപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. ചേച്ചി ബാക്കി സദ്യക്ക് യൂഷ്വലി ഈ കടലപ്രഥമനാണോ ഉണ്ടാക്കാറ്? കടലപ്രഥമന് അല്ലെങ്കിൽ ചെറുപയർ പരിപ്പിന്റെ. ഓക്കെ. അല്ലാത്തൊക്കെ ഉണ്ടാക്കാം. ചക്ക പായസം ഉണ്ടാക്കാം, പൈനാപ്പിൾ ഉണ്ടാക്കാം. ചക്ക നമുക്ക് എവിടെ നിന്ന് കിട്ടാൻ? ചക്ക മറ്റേ വരട്ടിയത് മേടിച്ചിട്ടുണ്ടാക്കേണ്ടി വരട്ടിയത് വെച്ചിട്ട് ഉണ്ടാക്കാം. നമ്മള് വളരെ ലിമിറ്റഡ് ഐറ്റംസിന്. അതെ, ചിലവർ ആക്ച്വലി പഴം പ്രഥമൻ ഉണ്ടാക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഏത്തപ്പഴം ഇപ്പം നമുക്ക് പുഴുങ്ങിയത് തന്നെ ഉണ്ട് ഇവിടെ, അല്ല ഫ്രോസൺ ആയിട്ടുള്ളത്, അതുകൊണ്ട് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ വെളുത്ത പായസം ആണെങ്കിൽ നമുക്ക് ക്യാരറ്റിന്റെ ഒക്കെ ഉണ്ടാക്കാം, ഭയങ്കര ടേസ്റ്റാണ്. ക്യാരറ്റിന്റെ പായസം ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട്. ഞാൻ കൂടുതലും ഈ എന്താ പറയാ മുന്തിരിങ്ങ. ഓക്കെ, മുന്തിരിങ്ങ ഇട്ടു. എന്റെ വീട്ടില് ഈ കടലപ്പായസവും ചെറുപയർ പായസവും ചെലവ് കുറച്ച് കുറവാണ്. അപ്പം അവിടെ താല്പര്യം ഒന്നെങ്കിൽ എന്റെ ചെറിയ മോൻ പറയണത് അവന് ചോറ് പായസം മതി, പാൽപ്പായസം ഉണ്ടാക്കത്തില്ലേ അത് പാൽപ്പായസം എന്ന് പറയാൻ അറിയില്ല അവന് ആ പേര്. അപ്പൊ അവന് ചോറ് പായസമാണത്. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടം ഗോതമ്പും അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ലതാണ് പായസം അല്ലേ? അതെ അതെ അതെ, നല്ല ടേസ്റ്റിയാണ്. അതെങ്ങനെയാ തേങ്ങാപ്പാലിട്ട് വെക്കോ? ഞാൻ തേങ്ങ ഞാൻ എടുക്കാൻ ചേച്ചി. തേങ്ങ നമ്മുടെ ഫ്രഷ് തേങ്ങയില്ലേ അത് വാങ്ങിച്ചിട്ട് കൊത്തിയെടുക്കും. ചിരകാൻ പാടാണ് ഇവിടെ, അപ്പൊ അതുകൊണ്ട് കൊത്തി എടുത്തിട്ട് അതിനെ പാല് പിഴിഞ്ഞെടുക്കും. ഞാനും അങ്ങനെയാ ചെയ്യുന്നത്. എനിക്ക് അഥവാ പെട്ടെന്ന് വേണമെങ്കിൽ ഫ്രോസൺ തേങ്ങ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കും. ഇതിന്റെ ഓഫ് ചെയ്യാം നമുക്കൊന്ന്, കാരണം ചൂട് കൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യണത്, ചേർക്കണത്? ഇനിയും നമ്മൾ ഈ സെയിം നെയ്യിലോട്ട് ഈ ഇത് കടലപ്പരിപ്പ് ഇട്ട് വരട്ടി എടുക്കണം അല്ലേ? ഒന്ന് ഇട്ട് വരട്ടി എടുക്കും. അടുക്കി പിടിക്കരുത്, അടുക്കി പിടിച്ചാല് പിന്നെ പായസത്തിന് കരിചൊവയായിരിക്കും. അതും ഈ ഉരുളിയല്ലേ. അതെ. നമ്മൾ ഇതിന്റെ വെള്ളം വറ്റിയിട്ടാണോ ശർക്കര ഒഴിക്കുന്നത്? ഒന്നൊന്ന് തിളച്ചു കഴിഞ്ഞിട്ട് ശർക്കരയ്ക്ക് മുമ്പേ ഞാൻ ആ ചൗരി ചേർക്കും. നമ്മൾ അത് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. വെള്ളം വേണോ? വെള്ളത്തോട് കൂടിയാണോ ചേർക്കുന്നത്? വേണമെന്നില്ല. ഇതൊന്നൊന്ന് തിളച്ചിട്ട് ചൗരി ഇട്ട് അതൊന്ന് വെന്ത് കഴിയുമ്പോ ഞാൻ ഇതുകൊണ്ട് ഊറ്റിയിടാം, ശർക്കര ചേർക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ ഇന്ന് ക്യാമറ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത് നമ്മുടെ ശ്രീജിത്തും കിഷോറുമാണ്, നമ്മുടെ ഈസി മെമ്പേഴ്സില്. അവര് പറഞ്ഞിരിക്കുന്നത് അവർക്ക് കുറച്ച് കടല കടിക്കാൻ വേണം എന്നാണ്. അപ്പൊ ഒരുപാട് ചേച്ചി ഉടക്കണ്ട. ഇനി ചിലപ്പോ അവര് വീഡിയോ എടുക്കുമ്പോ അതിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് കളഞ്ഞാലോ? ശരിയാ. ഇടാറായോ? എനിക്ക് തീ കുറച്ച് കൂട്ടി വെക്കായിരിക്കും. ഇട്ടോ ചൗരി ഇട്ടോ, അതും ഒന്ന് വേവാൻ. കണ്ടോ, ഇത് കണ്ടോ കുതിർന്ന് വലുതായുണ്ടോ? കുതിർന്ന് കഴിയുമ്പോ നല്ല നമ്മൾ ഈ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടുന്ന പോലെ തന്നെ നല്ല ബോള് പോലെ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് വേവത്തില്ല, അങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ. അതെ, ഒരുപാട്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുക്കറിലിട്ട് ഇത് വേവിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് എത്രത്തോളം അത് വെന്ത് കിട്ടും എന്നറിയില്ല. ഒരു സോഫ്റ്റ്നെസ്. ഇത് എന്തിനാ ഇടുന്നറിയോ? കൊഴുപ്പ് കിട്ടാനാ. ഇതൊരു പിന്നെ ഇങ്ങനെ ആ ഒരു കടിക്കാനും അതൊരൊന്ന് കടിക്കാനും. അത് ഏത് പായസത്തിന്റെ കൂടെ വേണമെങ്കിലും ഇടാം. ഇത് മാത്രം വെച്ചും പായസം ഉണ്ടാക്കാം. നമുക്ക് ഇതൊന്ന് വെന്ത് വരണം അല്ലേ? സാബുദാന ഒന്ന് വെന്ത് വരണം. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മള് ശർക്കര ചേർക്കുള്ളൂ. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? വേവിച്ച് ചേച്ചി, അപ്പൊ അത് വറ്റി നല്ല ആയി. ഇനി ശർക്കര ഒഴിക്കാം അല്ലെ? നമ്മളിത് ഉരുക്കി അരിച്ച് വെച്ചിരിക്കണം ശർക്കര അല്ലേ? അതെ. ണ്ടോ ഈ കളർ കിട്ടണമെങ്കിൽ ഈ ശർക്കര ഇട്ടേ പറ്റും. അതെ, അത് ശരിയാണ്. നെയ്യിന്റെ സ്പൂൺ എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി തൂത്തിടാം അല്ലേ? കളയണ്ടല്ലോ. ഈ മധുരം കുറഞ്ഞു പോയാലോ? ഒരു ഇച്ചിരി കുറച്ചുകൊണ്ട്
ഇതിനകത്ത് ഇനി ഇതൊന്ന് വരണ്ടു വരണം അല്ലേ? ശർക്കരയിൽ നന്നായിട്ട് കുറച്ച് സമയം എടുക്കണ ഒരു പരിപാടിയല്ലേ അത്? അതെ, ശർക്കരയിൽ വരണ്ടു വരുന്നു. ഞാൻ ഇളക്കണം കുറച്ചു നേരം. ഇളക്കിക്കോ. ഞാൻ അവസാനം ഉണ്ടാക്കി കഴിയുമ്പോൾ സഹായിച്ചില്ല എന്ന് പറയണ്ടല്ലോ. എന്തെങ്കിലും കുറവുണ്ടായോ? അതെ, ഇളക്കിയതിന്റെ കുഴപ്പമാണെന്നല്ലേ? ശരിയാണത്. പണ്ട് അങ്ങനെ പറയത്തില്ലേ, വീട്ടിലൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്കും ആരെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞതിന്റെ ഗുണം കൊണ്ടാണ് ഇത് നന്നായത്, അല്ലെ ഞാൻ ലാസ്റ്റ് താളിച്ചിട്ടത് ഞാനാണ്. അത് പണ്ടല്ലല്ലോ, ഇപ്പോഴും എല്ലാവരും. ഇത് റെഡിയാവണ നേരം കൊണ്ട് നമുക്ക് ചേച്ചിയുടെ ഓണവിശേഷങ്ങൾ കേൾക്കാം. എന്തൊക്കെയാണ് 10 ദിവസത്തെ ഓരോ ദിവസത്തെയും ചടങ്ങുകൾ അങ്ങനെ ചേച്ചി ആചരിക്കാറുണ്ടോ? അതെയോ ഇവിടെ അത്രയൊന്നും ഇല്ല ശോഭ. കൂടാറുണ്ടോ? ലാസ്റ്റ് ഡേ മാത്രം. വലിയൊരു രാവിലെ ഓടുന്നതിന്റെ സമയത്ത് ഇതൊന്നും. ശരിയാണ്, നമ്മള് ശരിക്കും തിരുവോണമൊക്കെ ഇട ദിവസമാണ് വന്നെങ്കിൽ നമ്മൾ ലീവ് എടുത്ത് വേണം വീട്ടിലിരിക്കണമെങ്കിൽ. നാട്ടില് 10 ദിവസവും അത് ഭയങ്കര രസമല്ലേ? അതെ, ഞങ്ങളുടെ നാട്ടില് തൃക്കാക്കരയപ്പൻ അത്രയും ഇതില്ല. മറ്റേ ഓണത്തപ്പനെ ഉണ്ടാക്കണം ഇല്ല, അത്രയില്ല. പക്ഷെ നമ്മൾ ഒരു ഈർക്കിലി കുത്തിയിട്ട് അതിന്റെ മേലില് ചെമ്പരത്തി പോക്ക് കൊട വെക്കണത്. ഞങ്ങളുടെ സൈഡിലേക്ക് ഓണത്തപ്പൻ ഭയങ്കര നിർബന്ധമാണ്. നമ്മൾ 9ാമത്തെ ദിവസമാണ് ഏറ്റവും വലിയ പൂക്കൾ ഇടുന്നത്. 10ാമത്തെ ദിവസം പൂ മാറ്റി ഓണത്തപ്പനെ വെച്ച് ഞങ്ങൾ ഓണത്തപ്പന ചെയ്ത് അങ്ങനെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ അവിടെ ഈ തുമ്പിതുള്ളല്, അത് ഓണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കളികളല്ലേ? അതിൽ പെട്ടതല്ലേ തുമ്പിതുള്ളല്, ഓണത്തല്ല്. അതെ, ഓണത്തല്ല് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികൂടലാണ് പരിപാടി. പിന്നെ ഊഞ്ഞാലില്, വലിയ ഊഞ്ഞാലില് കയറിയിട്ട് ഒരു മാവിന്ന് അല്ലെങ്കിൽ ഒരു ചില്ലാട്ടം ആടിയിട്ട് അടുത്ത മാവി പോയിട്ട് ഇല കടിച്ചോണ്ട് വരും. അങ്ങനെ കുറെ സാധനം. പിന്നെ പുലികളി. ഇപ്പൊ ഉള്ള പിള്ളേർക്കൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് കാര്യങ്ങളായിരിക്കും. പുലികളി ഭയങ്കര ഇതല്ലേ? അതെ അതെ, അത് തൃശ്ശൂരും ഭയങ്കര, തൃശ്ശൂർ സൈഡിലേക്ക് പുലികളി ഒരു ഞങ്ങളുടെ സൈഡിൽ ആലപ്പുഴ ആണല്ലേ. പിന്നെ തൃപ്പൂണിത്തുറയിലേക്ക് വരുമ്പോഴത്തേക്കും അത് അത്തച്ചമയാണ്, ഘോഷയാത്ര, ഭയങ്കര ഗെയിമല്ലേ? ഓ, അത് ട്രിവാൻഡ്രത്ത് എല്ലാരും ലൈറ്റ് കാണാനെന്നും പറഞ്ഞ ഇറങ്ങുന്നത്, അതും ഒരു ഭയങ്കര ഓരോ കേരളത്തിലാണെങ്കിൽ പോലും നമ്മുടെ ഓരോ ജില്ലകൾക്കും ഓരോ രീതിയിലാണ് അതിന്റെ ആഘോഷങ്ങൾ അല്ലേ? അതെ അതെ. വർത്താനത്തിന്റെ ഇടയ്ക്ക് ഇത് പാലൊഴിക്കാറായിട്ടുണ്ടല്ലേ? ഏത് 3ാം പാലല്ലേ? ആദ്യം 3ാം പാല് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വേണമെന്നില്ല, അത് പക്ഷെ 3ാം പാൽ ഒഴിച്ചാൽ നമ്മളത് വറ്റണ്ടേ ചേച്ചി? അതെ, ഒന്നൊന്ന് ഇതായിട്ട് പിന്നെ നമുക്ക് 2ാം പാൽ ഒഴിച്ച് വറ്റിക്കാം. ഓക്കെ. 3ാം പാൽ ആ ഒരു ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് 2ാം പാൽ ഒഴിക്കാം. ഒരു 3 ഗ്ലാസ് ആണ് 2ാം പാല്. 3 കപ്പ് എടുത്ത സെയിം അളവ് പറയുമ്പോ അല്ലാതെ എടുത്ത് വെച്ചിരുന്നോണ്ടാണ് അതങ്ങനെ. അതെ, നമുക്ക് കുറച്ച് തണുപ്പും കൂടിയല്ലേ ഈ സമയത്ത്. അപ്പം തേങ്ങ ഇങ്ങനെ പിരിഞ്ഞു കിടക്കണ പോലെ ഇരിക്കും അല്ലേ? അത് ഫുള്ള് നമുക്കങ്ങ് തൂത്തിടാം, കളയണ്ട. സ്പൂൺ നെയ്യ് പോലെയുള്ള പാല് ശരിക്കും സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതെ അതെ. ഇനി ഇതിനകത്ത് ഇങ്ങനെ നന്നായി വരണ്ട് എല്ലാം യോജിച്ച് വരണം അല്ലേ? അതിലാണ് അതിന്റെ ടേസ്റ്റ്. തേങ്ങാപ്പാലൊക്കെ നമ്മൾ എല്ലാ സാധനങ്ങളും ഒക്കെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ ഒരു 1 മണിക്കൂറിനകത്ത് പായസം റെഡിയാവും അല്ലേ ചേച്ചി? എല്ലാം റെഡിയാക്കി വെക്കുവാണെങ്കിൽ. അതെ, തേങ്ങയൊക്കെ പിഴിഞ്ഞ് കടലയൊക്കെ വേവിച്ച് നേരത്തെ വെച്ചാല്. ഞാൻ സാധാരണ ഇത് ലാസ്റ്റിലാ ചെയ്യുന്നത്, എല്ലാ പണിയും കഴിഞ്ഞിട്ട്, ബാക്കി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലേ? പക്ഷെ ചിലവർക്ക്, ചേട്ടനൊക്കെ ഇത് നല്ല തണുത്ത് കുടിക്കുന്ന ഇഷ്ടം. ആണോ? എനിക്ക് ചൂട് ഇഷ്ടം. അതെ, ചൂടിതന്നെ ചവൂരെല്ലാം ട്രാൻസ്പെറന്റ് ആയി. പിന്നെ ഇത് കുറച്ച് സമയം എടുക്കണ പരിപാടിയല്ലേ? ഇത് കുറച്ച് സമയം എടുക്കും. ഇത് വരണ്ട് ഒന്ന് തിളച്ചൊന്ന് വറ്റി വരണ വരെ നമുക്കൊന്ന് പിന്നെ വെയിറ്റ് ചെയ്യാം അല്ലേ? ശരി ശരി. ചേച്ചി നല്ലോണം കുറുകിയിട്ടുണ്ട് ചേച്ചി. ഇനി നമുക്ക് തനിപ്പാല് 1ാം പാൽ അല്ലേ? 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് ചൂടാക്കാൻ പാടില്ല, അപ്പൊ തന്നെ അടുപ്പ് ഓഫ് ചെയ്യും അല്ലേ? തീ ഒന്ന് കുറയ്ക്കട്ടെ. കാരണം ഇത് 1ാം പാൽ ഒരു കപ്പ്. 1 കപ്പ് 1ാം പാല്. ചേച്ചി ഇത്രയും പാലെടുക്കാൻ വേണ്ടിട്ട് ചേച്ചി എത്ര തേങ്ങ എടുത്തു? എനിക്കൊരു ഒന്നര തേങ്ങ വന്നു. 1.5 തേങ്ങ, ഒരു തേങ്ങയും ഒരു പകുതിയും കൂടി അത്രയും വേണ്ടി വന്നു. ഇനി ഓരോ തേങ്ങയുടെ പോലെ ഇരിക്കുമായിരിക്കും. അതെ, ചിലതിന് പാല് കുറവുള്ള തേങ്ങ ഉണ്ടാവും അല്ലേ? അതെ.
നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാറായോ? മതി. എന്നിട്ട് നമുക്കിനി ഞാൻ ഒരു കുറച്ച് ഡെക്കറേഷൻസ് ഐറ്റംസ് കുറച്ച് ഇതുകൂടെ ചേർത്തോട്ടെ, അതൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് 1 ടീസ്പൂൺ. ഇത് കൈയളവാണ്. ഇത് ചുക്ക് ഒരു 1/4 ടീസ്പൂൺ. കുറച്ച്, അല്ലെങ്കിൽ ഒരു എരിവ് വരും. മിക്സ് ചെയ്തിട്ട് പിന്നെ വറുത്തിരുന്ന സാധനം. ഇനി നമ്മൾ നെയ്യ് ചേർക്കണുണ്ടോ ലാസ്റ്റ് എങ്ങാനും? ഞാൻ ചേർക്കാറില്ല. ചേർക്കണോ? അല്ല, ഞാൻ ചോദിച്ചതാണ് ചേർക്കുന്നുണ്ടോ, കാരണം നമ്മൾ ആദ്യം ആ വറുത്ത നെയ്യിലേക്കാണല്ലോ ഇട്ടത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. കുറച്ച് ഹെൽത്തി വേർഷൻ. ഒരുപാട് നല്ല മധുരമാണ്, പക്ഷെ പറയുമ്പോ ഹെൽത്തി വേർഷൻ ഓഫ് പായസം. ശർക്കരയല്ലേ? പക്ഷെ സദ്യക്ക് പായസം ഇല്ലാണ്ട് ഒരു പൂർണ്ണതയില്ലല്ലോ. അതെ, സത്യം. എല്ലാ കളറിലെ പായസം. അതെ. അടുപ്പ് ഓഫ് ചെയ്യണോ ചേച്ചി? ചെയ്തിട്ട് സാധനങ്ങളെല്ലാം വറുത്തത്, തേങ്ങാക്കൊത്ത്, കശുവണ്ടി വറുത്തത്, മുന്തിരിങ്ങ കുറച്ച് മാറ്റി വെച്ചത്. പിന്നെ ആണോ? ഇത് കട്ട് ചെയ്യാൻ ഒട്ടിപ്പിടിച്ചല്ലേ? നമുക്ക് ലാസ്റ്റില് ഇട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് പാത്രഭാഗം ആവുമ്പോ സെർവ് ചെയ്യാൻ റെഡി അല്ലേ? അതെ. ഓക്കെ, ടേസ്റ്റ് ചെയ്യാൻ റെഡിയാണോ? നമുക്ക് ഒന്നൊന്ന് അടച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്താലോ ശോഭ? പിന്നെ എന്റെ കണ്ണ് അതിൽ നിന്ന് ഞാൻ പറയണില്ല. കാണാൻ തന്നെ നല്ല രസമുണ്ട്, നല്ല കൺസിസ്റ്റൻസി മതി. ബാക്കി ഞാൻ ചോറുണ്ണുമ്പോ കഴിക്കാം. ചോറുണ്ടിട്ട് ചവരി നല്ല ക്രിസ്റ്റൽ ക്ലിയർ പോലെ വെന്തിട്ടുണ്ട്. ശർക്കരയ്ക്ക് മുമ്പേ ഇട്ടോണ്ട്. അതെ അതെ അതെ. പാകത്തിന് മധുരം, എന്നാൽ മധുരത്തിന്റെ ഒരു കുത്തുമില്ല. നമ്മള് ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ടായിരുന്നു, അത് നമ്മള് മിസ് ചെയ്തല്ലേ? ഓക്കെ, അതാണ് കറക്റ്റ് ഒരു ടെക്സ്ചർ ആണ്. നല്ല രുചിയുണ്ട്. നാട്ടില് നമ്മളിങ്ങനെ സദ്യക്കൊക്കെ കഴിക്കുന്ന പായസം പോലെ തന്നെ. ഇത്രയ്ക്കും വേണോ? മധുരം കുറവാണ്, ഞാൻ കുറച്ച് മധുരമാണ് ഇടുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് പണ്ടുള്ള ആൾക്കാരാണ് ഭയങ്കര മധുരം പായസം കഴിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഒരു പാകത്തിനുള്ള മധുരം മതി അല്ലേ? അല്ല, ശരിക്കും നന്നായിട്ട് ചേച്ചി. ചേച്ചിക്ക് അറിയാലോ ഫുഡിന് ഞാൻ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം എല്ലാരും ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു അല്ലേ? എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ശർക്കര, ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി ശർക്കര കൂടുതലിടാം. പക്ഷെ ആ അളവുകളൊക്കെ കറക്റ്റ് ആണ്. അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ അറിയാൻ മേലാത്തവർക്കും കൂടുതലും നമ്മുടെ മെമ്പേഴ്സിനൊക്കെ അറിയായിരിക്കും. പക്ഷെ ഒരുപാട് പുതിയ പുതിയ മെമ്പേഴ്സ് ഉണ്ട്, കുട്ടികൾ വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അത് ഒരു മണിക്കൂർ സമയം മതി അത് മൊത്തം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ചേച്ചി ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസം എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി തന്നതിനും നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തി കൊടുത്തതിനും നന്ദി. താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു. ഞങ്ങൾ വരാണ്ടിരിക്കുവോ? നല്ലൊരു ഇതാണ്. നിങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും പോയിട്ട് എല്ലാ ഡിഫറെന്റ് ടൈപ്പ് എല്ലാവരും ചെയ്യുമെങ്കിലും ഓരോരുത്തരും ഓരോ സ്ഥലത്ത് കേരളത്തിൽ തന്നെ അങ്ങോളം ഇങ്ങോളം ഉള്ള ആളുകൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് പല രീതിക്കല്ലേ. അപ്പൊ അത് നമ്മള് ജസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റണ രീതിക്ക് നമ്മളുടെ മെമ്പേഴ്സിന്റെ ഇടയ്ക്കിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമുക്കൊരു ഓണം വിഷു കൊടുക്കാം അല്ലേ? അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും കുടുംബാംഗങ്ങൾക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ഓണാശംസകൾ. താങ്ക് യു.